ഞാൻ കൊച്ചിയിലേക്ക് ജോലിക്കായി താമസം മാറിയത് 2018-ലാണ്. അതിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടു. കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എന്നും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. എനിക്ക് ട്രെക്കിങ്, ക്യാമ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവധി കിട്ടിയാൽ മൂന്നാർ, വാഗമൺ, ഗവി, ഇടുക്കി കാടുകൾ എവിടെയെങ്കിലും ഞാൻ പോയിരിക്കും. പക്ഷേ എൻ്റെ ഗേൾഫ്രണ്ടിന് ഇതൊന്നും ഇഷ്ടമല്ല. അവൾക്ക് റിസോർട്ടുകൾ, ഹോട്ടലുകൾ, AC റൂമുകൾ അതൊക്കെയായിരുന്നു ഇഷ്ടം. കാട്ടിൽ പോയി ടെൻറ്റിൽ കിടന്നുറങ്ങാൻ പറഞ്ഞാൽ എന്നെ കിട്ടില്ല, അവൾ എപ്പോഴും പറയും. പക്ഷേ ഞാൻ വിടാൻ തയ്യാറല്ല. ആഴ്ചകളോളം ഞാൻ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിലെ നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിൽ മഞ്ഞിറങ്ങുന്ന കാഴ്ച കാണണം. ഫോൺ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ദിവസം ജീവിക്കുന്നത് തന്നെ വേറെ ഫീലാണ്. അങ്ങനെ പലതും ഞാൻ പറഞ്ഞു നോക്കി. അവസാനം അവൾ ഒരു കണ്ടീഷനിൽ സമ്മതിച്ചു. വളരെ ദൂരെ കാട്ടിലേക്ക് പോകരുത്, അപകട സാധ്യത കുറവുള്ള ഒരു സ്ഥലമാകണം. അങ്ങനെ ഞങ്ങൾ വാഗമണിനടുത്തുള്ള ഒരു ഹിൽ ടോപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ വൈകുന്നേരത്തോടെ എത്തി. മുകളിലെ കാഴ്ച അതിമനോഹരമായിരുന്നു. താഴെ മുഴുവൻ മഞ്ഞ്, ദൂരെയായി ചെറിയ ലൈറ്റുകൾ, തണുത്ത കാറ്റ്. എൻ്റെ ഗേൾഫ്രണ്ട് പോലും പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇത്രയും മോശമല്ല. ഞാൻ മനസ്സിലപ്പോൾ ചിരിച്ചു. അവസാനം ക്യാമ്പിങ് അവൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു ഒറ്റപ്പെട്ട ഭാഗത്തായിരുന്നു ടെൻ്റ് അടിച്ചത്. കുറച്ചു നേരം സംസാരിച്ചു, ഫോട്ടോകളൊക്കെ എടുത്തു. പിന്നെ ഉറങ്ങാൻ കയറി. രാത്രി എത്ര മണിയായെന്നറിയില്ല. പെട്ടെന്ന് ഞാൻ ഉണർന്നു. ടെൻറ്റിൻ്റെ വശത്ത് എന്തോ വെള്ളം വീഴുന്ന ശബ്ദം. ആദ്യം ഞാൻ മഴയാണെന്ന് കരുതി. പക്ഷേ 2 സെക്കൻഡിനുള്ളിൽ മനസ്സിലായി അത് മഴയല്ല. ഒരിടത്ത് നിന്ന് തുടർച്ചയായി ഒഴുകുന്ന എന്തോ ദ്രാവകത്തിൻ്റെ ശബ്ദമാണ്. അപ്പം തന്നെ എനിക്ക് സംശയം തോന്നി. ആരാടാ ഇത്? ഞാൻ ദേഷ്യത്തിൽ വിളിച്ചു. ടെൻറ്റിൻ്റെ സിപ്പ് തുറക്കാൻ പോകുന്നതിനിടയിലാണ് എനിക്ക് ആ മണം കിട്ടിയത്. പെട്രോളിൻ്റെ മണം, അല്ലെങ്കിൽ ഡീസലിൻ്റെ. ഒന്നുറപ്പാണ്, അത് വെള്ളമല്ല. ഞാൻ എന്താണ് ഈ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം നോക്കി നിൽക്കെ തന്നെ ടെൻറ്റിൻ്റെ ഒരു വശം തീ പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് തീ പടർന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഷോക്കായി. എൻ്റെ ഗേൾഫ്രണ്ടാണ് ആദ്യമേ റിയാക്ട് ചെയ്തത്. അവൾ ബാഗിലുണ്ടായിരുന്ന ഒരു ചെറിയ കത്തിയെടുത്ത് ടെൻറ്റിൻ്റെ വശം കീറി. ഞങ്ങൾ 2 പേരും പുറത്തേക്ക് ചാടി. പുറത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് ഇന്നും മറക്കാൻ കഴിയില്ല. അല്പം ദൂരെയായി 5ഓളം ആളുകൾ നിൽക്കുന്നു. അവർ ഓടുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളെയും കത്തുന്ന ടെൻറ്റിനെയും നോക്കി നിൽക്കുകയാണ്. ആ ഇരുട്ടിൽ അവരുടെ മുഖം പോലും വ്യക്തമായിരുന്നില്ല. പക്ഷേ എൻ്റെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ഓടൂ, ഞാൻ അലറി. ഗേൾഫ്രണ്ട് ഇതിനോടകം ഓടിത്തുടങ്ങിയിരുന്നു. ഞാനും ജീവനും കൊണ്ട് അവളുടെ കൂടെ ഓടി. പിന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഞാൻ പല തവണ തിരിഞ്ഞു നോക്കി. പക്ഷേ അവർ ആരും ഞങ്ങളെ പിന്തുടർന്നില്ല. അതായിരുന്നു ഏറ്റവും ഭയപ്പെടുത്തിയത്. കാരണം അവർക്ക് ഞങ്ങളെ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന പോലെ. ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്നിടത്തെത്തി. കാറിൽ കയറി നേരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഒരു ഓഫീസർ പറഞ്ഞ കാര്യം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. രാത്രിയിൽ ആ ഭാഗത്ത് മദ്യപാനികളും സാമൂഹ്യ വിരുദ്ധരും വരാറുണ്ട്. ആരാണെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അന്ന് കേസ് മുന്നോട്ട് പോയില്ല. ആരെയും പിടിച്ചേയുമില്ല. ആ രാത്രിക്ക് ശേഷം എൻ്റെ ഗേൾഫ്രണ്ട് ഒരിക്കലും എൻ്റെ കൂടെ ക്യാമ്പിങ്ങിന് വന്നിട്ടില്ല. സത്യത്തിൽ ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം ആ രാത്രി ഞങ്ങൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇന്ന് ചിലപ്പോൾ ഞാൻ ആ സംഭവം ഓർക്കും. ടെൻറ്റിന് തീ പിടിച്ച ആ നിമിഷം. അതിനേക്കാൾ ഭയപ്പെടുത്തിയത് ആ 5 പേരാണ്. കാരണം അവർ ഞങ്ങളെ പിന്തുടർന്നില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. ഇരുട്ടിൽ അനങ്ങാതെ നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നും ആ മുഖങ്ങൾ ഓർക്കുമ്പോൾ ശരീരത്തിലൂടെ ഒരു തണുപ്പോടും.
ക്യാമ്പിങ് ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗമായിരുന്നു. ഓഫീസിലെ ടെൻഷനും നഗരത്തിലെ തിരക്കുമൊക്കെ കഴിഞ്ഞാൽ നേരെ മലകളിലേക്കോ കാടുകളിലേക്കോ പോകും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഞ്ജുവും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർഷത്തിൽ കുറഞ്ഞത് 2-3 തവണയെങ്കിലും ട്രെക്കിങ്ങിനോ ക്യാമ്പിങ്ങിനോ ഞങ്ങൾ പോയിരിക്കും. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇടുക്കിയിലേക്ക് ഒരു ഓഫ് ബീറ്റ് ട്രെക്കിംഗ് സ്പോട്ടിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രം പോകുന്ന സ്ഥലം, അടിപൊളി വ്യൂ, നല്ല കാട്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഏകദേശം 6-7 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വൈകുന്നേരത്തോടെ ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഞങ്ങൾ എത്തി. ചുറ്റും മുഴുവൻ കാട്, താഴെ മഞ്ഞ്. കാണാൻ അത്രയും മനോഹരമായ സ്ഥലമായിരുന്നു അത്. ഞങ്ങളൊരു വലിയ മരത്തിൻ്റെ അടുത്തായി ടെൻ്റടിച്ചു. കുറച്ച് ഭക്ഷണം കഴിച്ചു. കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കയറി. അന്ന് വൈകുന്നേരം മുതൽ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ എടുത്തില്ല. രാത്രി ഏകദേശം 2 മണിയായെന്ന് തോന്നുന്നു. പെട്ടെന്ന് ടെൻ്റ് മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. പുറത്ത് ഭയങ്കര കാറ്റ്. മരങ്ങളെല്ലാം ആടുകയാണ്. കാറ്റിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ പേടിയാകും. അഞ്ജുവും ഉണർന്നു. ടെൻ്റ് മാറ്റണോ? അവൾ ചോദിച്ചു. പക്ഷേ അപ്പോഴേക്കും മഴയും തുടങ്ങി. ഇരുട്ടിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ പൊട്ടുന്ന ശബ്ദം, ഒരു തോക്ക് പൊട്ടിയതുപോലെ. അതിനൊപ്പം തന്നെ ഒരു വലിയ ഭാരം എൻ്റെ ശരീരത്തിലേക്ക് വീണു. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അടുത്ത നിമിഷം ഞാൻ വേദന കൊണ്ട് അലറുകയായിരുന്നു. ഒരു വലിയ മരക്കൊമ്പ് ടെൻറ്റിൻ്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീണിരുന്നു. അതിൻ്റെ ഭാരം നേരെ എൻ്റെ കാലിലും ഇടുപ്പിലും പതിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ കാലിലെ എല്ല് പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ജീവിതത്തിൽ ഇന്നു വരെ മറക്കാൻ പറ്റാത്ത ശബ്ദമാണത്. എനിക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടായി. അഞ്ജു ഭയന്ന് കരയാൻ തുടങ്ങി. അവൾ മരക്കൊമ്പ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ അവളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഭാരമുള്ള ഒരു കൊമ്പായിരുന്നു. ഓരോ തവണ അവൾ വലിക്കുമ്പോഴും എനിക്ക് വേദന ഇരട്ടിയാവുകയായിരുന്നു. മഴ ശക്തമാവുകയായിരുന്നു. ടെൻറ്റും കീറിയിരുന്നു. തണുത്ത വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. രക്തവും ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ നിന്ന് സഹായം കിട്ടിയില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല. ഞാൻ അഞ്ജുവിനോട് പറഞ്ഞു, നീ താഴേക്ക് പോയി സഹായം കൊണ്ടുവരണം. അവൾ ആദ്യം സമ്മതിച്ചില്ല. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അവൾക്ക് പേടിയായിരുന്നു. പക്ഷേ വേറെ മാർഗമില്ലായിരുന്നു. അവസാനം അവൾ ടോർച്ചും ബാഗും എടുത്ത് സഹായം തേടിയിറങ്ങി. അവളുടെ ടോർച്ചിൻ്റെ വെളിച്ചം അകന്നു പോകുന്നത് ഞാൻ നോക്കിക്കിടന്നു. അത് കാണാതായപ്പോൾ ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കായി. അടുത്ത 8 മണിക്കൂർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ സമയമായിരുന്നു. വേദന അസഹനീയമായിരുന്നു. ഓരോ ശ്വാസവും വേദനിപ്പിച്ചു. ഒന്ന് അനങ്ങാൻ ശ്രമിച്ചാൽ പോലും കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. പക്ഷേ വേദനയേക്കാൾ മോശമായത് പേടിയായിരുന്നു. എൻ്റെ മുകളിലുള്ള മരങ്ങളെല്ലാം കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. ഓരോ തവണ ശബ്ദം കേൾക്കുമ്പോഴും മറ്റു കൊമ്പുകൾ കൂടി എൻ്റെ മുകളിലേക്ക് വീഴുന്നത് പോലെ ഞാൻ കരുതി. അല്ലെങ്കിലും മുഴുവൻ മരം തന്നെ എൻ്റെ മുകളിലേക്ക് വീഴുന്ന പോലെ ഞാൻ ചിന്തിച്ചു. അഞ്ജു വഴിയിൽ വീണു പോയിട്ടുണ്ടാകുമോ? അവൾക്ക് വഴി തെറ്റിയിട്ടുണ്ടാകുമോ? സഹായം കിട്ടിയില്ലെങ്കിൽ? അങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ മനസ്സിലൂടെ കിടന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. സമയം പോകുന്നേയില്ലായിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകൾ പോലെ തോന്നി. അവസാനം നേരം വെളുക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ആരെയും കാണുന്നില്ല. ഞാൻ പ്രതീക്ഷ പോലും ഉപേക്ഷിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ദൂരെയായി മനുഷ്യരുടെ ശബ്ദം കേട്ടത്. ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വീണ്ടും കേട്ടു. ആളുകൾ വിളിക്കുന്നു.
ഞാൻ കഴിയുന്നത്ര ശബ്ദത്തിൽ തിരിച്ചും വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടോർച്ചുകളുടെ വെളിച്ചവും കാണാൻ തുടങ്ങി. അഞ്ജു രക്ഷാപ്രവർത്തകരുമായി തിരികെ വന്നിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ മരക്കൊമ്പ് മാറ്റി എന്നെ പുറത്തെടുത്തു. ആ നിമിഷം അനുഭവിച്ച ആശ്വാസം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ കാലിലെയും ഇടുപ്പിലെയും ചില ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ശസ്ത്രക്രിയ നടത്തി. മാസങ്ങളോളം ചികിത്സയും ഫിസിയോതെറാപ്പിയും വേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ നടക്കുന്നു, പക്ഷേ പഴയ പോലെയല്ല. ചില ദിവസങ്ങളിൽ ഇപ്പോഴും ആ വേദന വരും. നീണ്ട ട്രെക്കിങ് ചെയ്യാൻ പറ്റില്ല. ക്യാമ്പിങ് ഞാൻ പൂർണ്ണമായും നിർത്തി. ഇന്ന് മഴയുള്ള രാത്രികളിൽ കാറ്റ് ശക്തമായി വീശുമ്പോൾ ആ രാത്രി ഓർമ്മ വരും. ടെൻറ്റിൻ്റെ മുകളിലൂടെ പൊട്ടി വീണ ആ മരക്കൊമ്പിൻ്റെ ശബ്ദം. അത് ഇന്നും എൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ട്. ഈ സംഭവം നടന്നത് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന കാലത്താണ്. അന്ന് എനിക്ക് ട്രെക്കിങ്ങിനും കാടുകളിൽ കറങ്ങാനുമൊക്കെ പോകാൻ വളരെ ഇഷ്ടമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ദിവ്യയും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. ഒരു അവധിക്കാലത്ത് ഞങ്ങൾ രണ്ടുപേരും ഇടുക്കിയിലെ ഒരു ഉൾപ്രദേശത്തേക്ക് ട്രെക്കിങ് പോകാൻ തീരുമാനിച്ചു. സാധാരണ ടൂറിസ്റ്റുകൾ പോകാത്ത ഒരു ഭാഗം, കുറച്ച് കാടും കുറച്ച് മലയുമുള്ള ഒരു സ്ഥലം. അന്ന് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും കാടിനുള്ളിലൂടെ കുറേ ദൂരം നടന്ന് ഞങ്ങൾ ഒരു ഒറ്റപ്പെട്ട ഭാഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തിരുന്നതിനാൽ ചുറ്റുമുള്ള മരങ്ങളും ചെടികളുമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. വായുവിൽ ഒരു പ്രത്യേക മണ്ണിൻ്റെ മണമുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വിചിത്ര ശബ്ദം ഞങ്ങൾ കേൾക്കുന്നത്. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ അടുത്തേക്ക് പോകുമ്പോൾ അതൊരു മുഴക്കം പോലെയായി. എന്താ ആ ശബ്ദം? ദിവ്യ ചോദിച്ചു. ഞങ്ങൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെയാണ് ഞാൻ കണ്ടത് ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിയിരിക്കുന്ന ഭീമൻ തേനീച്ചക്കൂട്. ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുത്. സാധാരണ വീടിനകത്ത് കാണുന്ന തേനീച്ചക്കൂടല്ല. ഏകദേശം ഒരു വാഷിംഗ് മെഷീൻ്റെ വലിപ്പമുണ്ടാകും. ആയിരക്കണക്കിന് തേനീച്ചകൾ അതിന് ചുറ്റും പറക്കുകയായിരുന്നു. സത്യത്തിൽ പേടിയേക്കാൾ കൗതുകമായിരുന്നു അപ്പോൾ തോന്നിയത്. അല്പം അടുത്തേക്ക് പോയി നോക്കി, ഫോട്ടോയൊക്കെ എടുത്തു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതായിരുന്നു ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് തേനീച്ചകൾ ഞങ്ങളുടെ അടുത്തേക്ക് പറന്നു വന്നു. പക്ഷേ ആക്രമിച്ചില്ല. അതിനാൽ ഞങ്ങൾ കരുതി കുഴപ്പമൊന്നും കാണില്ലെന്ന്. പക്ഷേ പെട്ടെന്ന് കൂടിനുള്ളിലെ മുഴക്കം കൂടാൻ തുടങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. ദിവ്യ, നമുക്ക് പോകാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ പതുക്കെ പിന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ സംഭവം. ഒരു നിമിഷം കൊണ്ട് 100 കണക്കിന് തേനീച്ചകൾ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. ഒരു കറുത്ത മേഘം പോലെ നേരെ ഞങ്ങളുടെ ഭാഗത്തേക്ക്. ആദ്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. കാടിനുള്ളിലൂടെ ഞങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ ഓടി. പക്ഷേ മനുഷ്യൻ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ തേനീച്ചകൾ പറക്കും. കുറച്ച് സെക്കൻഡിനുള്ളിൽ തന്നെ കഴുത്തിലും കൈകളിലും കുത്തുകൾ കിട്ടാൻ തുടങ്ങി. ഓരോ കുത്തും തീയിൽ ചുട്ടതുപോലെ വേദന. ഞാൻ കൈകൾ വീശി ഓടുകയായിരുന്നു. പക്ഷെ അതൊന്നും സഹായിച്ചില്ല. കൂടുതൽ തേനീച്ചകൾ ശരീരത്തിൽ പതിച്ചു. കുറച്ചു ദൂരം ഓടിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ദിവ്യയുടെ അവസ്ഥ ഞാൻ കണ്ടത്. അവൾ എൻ്റെ പിന്നിലായിരുന്നു. അവളുടെ ചുറ്റും മുഴുവൻ തേനീച്ചകൾ. അവൾ നിലവിളിക്കുകയായിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി. ഒരു മരക്കൊമ്പ് പൊട്ടിച്ച് തേനീച്ചകളെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ദിവ്യയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവളുടെ കഴുത്തിലും മുഖത്തും കൈകളിലും കാലുകളിലും എല്ലായിടത്തും കുത്തേറ്റിരുന്നു. ആദ്യം അത്ര മോശമായി തോന്നിയില്ല. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവളുടെ മുഖം വീർക്കാൻ തുടങ്ങി. കണ്ണുകൾ ചെറുതായി, ചുണ്ടുകൾ വീർത്ത്, ശരീരം മുഴുവൻ ചുവന്ന പാടുകൾ.
അവൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശരിക്കും പേടിച്ചത്. കാരണം ഞങ്ങൾ റോഡിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയായിരുന്നു. ആംബുലൻസ് വിളിക്കാൻ റേഞ്ചില്ല, സഹായം ചോദിക്കാൻ ആരുമില്ല. ഞങ്ങൾ എങ്ങനെയോ നടന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ ഓരോ മിനിറ്റിലും ദിവ്യയുടെ അവസ്ഥ മോശമാവുകയായിരുന്നു. അവൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ശരീരം മുഴുവൻ കത്തുന്ന പോലെ അവൾ വേദനയെന്ന് പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വെച്ച് ഇവളെ നഷ്ടമാകുമോ എന്ന്. ഞാൻ അവളെ താങ്ങി പിടിച്ച് മുന്നോട്ട് നടന്നു. എത്ര സമയമെടുത്തുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒടുവിൽ ഒരു മൺ റോഡിലേക്ക് ഞങ്ങൾ എത്തി. അവിടെ ഭാഗ്യത്തിനൊരു ജീപ്പ് വന്നിരുന്നു. ഞാൻ റോഡിൻ്റെ നടുവിൽ നിന്ന് കൈ കാണിച്ച് നിർത്തിച്ചു. ഡ്രൈവർ ഒരു നിമിഷം പോലും കളയാതെ ഞങ്ങളെ കയറ്റി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും ദിവ്യയുടെ അവസ്ഥ ഗുരുതരമായിരുന്നു. ഡോക്ടർമാർ ഉടനെ തന്നെ ചികിത്സ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്, അവ സാധാരണ തേനീച്ചകളല്ലായിരുന്നു. വളരെ ആക്രമണം സ്വഭാവമുള്ള ഒരു കാട്ടുതേനീച്ച വിഭാഗമായിരുന്നു അത്. അവയുടെ കൂട്ടത്തിന് വളരെ അടുത്തെത്തിയാൽ ആക്രമണം ഉറപ്പാണ്. പിന്നീട് നാട്ടുകാർ പറഞ്ഞ അറിവാണിത്. ദിവ്യ ഒടുവിൽ രക്ഷപ്പെട്ടു. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഒരിക്കലും കാടിനുള്ളിൽ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോയിട്ടില്ല. ഇന്നും ഒരു വലിയ തേനീച്ചക്കൂട് കാണുമ്പോൾ എനിക്ക് ആ ദിവസം ഓർമ്മ വരും. ആ കറുത്ത മേഘം പോലെ ഞങ്ങളുടെ നേരെ പാഞ്ഞു വന്ന തേനീച്ചക്കൂട്ടം. അത് ഇന്നും ഓർക്കുമ്പോൾ ശരീരമാകെ വിറയ്ക്കും. ഈ സംഭവം നടന്നത് ഏകദേശം 2 വർഷം മുൻപാണ്. അന്ന് ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും ചേർന്ന് ഒരു വീക്കെൻഡ് ക്യാമ്പിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ, അശ്വതി, റോഷിനി, അനഘ. എല്ലാവർക്കും പ്രകൃതിയും ട്രക്കിങ്ങുമൊക്കെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നാറിനും വട്ടവടയ്ക്കും ഇടയിലുള്ള ഒരു മലപ്രദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായ സ്ഥലം, ഒരു ചെറിയ പുഴ, പച്ച പിടിച്ച മലകൾ, ചുറ്റും മൂടൽമഞ്ഞ്. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ അവിടെ എത്തി. ടെൻ്റടിച്ചു, ഭക്ഷണമുണ്ടാക്കി, ക്യാമ്പ് ഫയർ കത്തിച്ചു. എല്ലാവരും നല്ല മൂഡിലായിരുന്നു. പാട്ടും തമാശയും ഫോട്ടോ എടുക്കലും ഒക്കെയായി സമയം പോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മീൻ പിടിക്കാൻ ചെറിയ ട്രക്കിങ്ങിന് ഞങ്ങൾ ഇറങ്ങി. വൈകുന്നേരത്തോടെ തിരികെ ക്യാമ്പിലെത്തി. അന്ന് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ ദൂരെയായി മേഘങ്ങൾ കൂടുന്നത് കാണാമായിരുന്നു. ഇടയ്ക്കിടെ മിന്നലും കാണുന്നുണ്ട്. മഴ വന്നേക്കാം, അനഘ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കേരളത്തിൽ മഴ പുതിയ കാര്യമല്ലല്ലോ. ഞങ്ങൾ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റുമിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു വസ്തു നിലത്ത് പതിച്ച ശബ്ദം കേട്ടു. ഒരു കല്ല് വീണതുപോലെ. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. അശ്വതിയുടെ കാലിനടുത്ത് ഒരു വലിയ ആലിപ്പഴക്കല്ല്. സാധാരണ ചെറിയ ആലിപ്പഴമല്ല, ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പം. ഒരു നിമിഷം എല്ലാവരും അതിശയിച്ചു നിന്നു. പിന്നെ രണ്ടാമത്തേത് വീണു, മൂന്നാമത്തേത്, നാലാമത്തേത്. അടുത്ത നിമിഷം ആകാശം മുഴുവൻ പൊട്ടിത്തെറിച്ച പോലെ ഓരോന്നായി വീണുകൊണ്ടേയിരുന്നു. വലിയ ആലിപ്പഴക്കല്ലുകൾ മഴ പോലെ വീഴാൻ തുടങ്ങി. ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ പ്രകൃതി ദുരന്തം. ഓരോ കല്ലും നിലത്തു പതിക്കുമ്പോൾ പൊട്ടുന്ന ശബ്ദം. ഒന്ന് ഞങ്ങളുടെ കൂളർ ബോക്സിൽ പതിച്ചു, പ്ലാസ്റ്റിക് തകർന്നു. മറ്റൊന്ന് ടെൻറ്റിൻ്റെ മുകളിലേക്ക് വീണു, തുണികൾ ഫുള്ള് കീറി. ഞങ്ങൾ ഭയന്ന് ഓടാൻ തുടങ്ങി, എവിടെയെങ്കിലും മാറാൻ. പക്ഷേ തുറന്ന മലകളിൽ എവിടെ മാറാനാണ്? ഞങ്ങൾ ബാഗുകളും സ്ലീപ്പിംഗ് ബാഗുകളും തലയ്ക്ക് മുകളിൽ പിടിച്ചു. പക്ഷേ അതൊന്നും വലിയ സഹായമായില്ല. ഒരു വലിയ ആലിപ്പഴക്കല്ല് അശ്വതിയുടെ കയ്യിൽ പതിച്ചു. അവൾ നിലവിളിച്ചു. ശബ്ദം കേട്ടാൽ തന്നെ അറിയാം അസ്ഥി പൊട്ടിയെന്ന്. റോഷിനിയുടെ നെറ്റിയിൽ മറ്റൊന്നും പതിച്ചു.
രക്തമൊഴുകാൻ തുടങ്ങി. ഞാൻ ഓടുന്നതിനിടയിൽ തലയുടെ വശത്ത് എന്തോ ശക്തമായി ഇടിച്ചു. അതിനുശേഷം കുറച്ച് സെക്കൻഡ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ണ് തുറന്നപ്പോൾ മഴ നിർത്തിയിരുന്നു. ആലിപ്പഴവും നിന്നിരുന്നു. പക്ഷേ ക്യാമ്പ് നശിച്ചിരുന്നു. ടെൻറ്റുകൾ കീറിയിരുന്നു. സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നു. ക്യാമ്പ് ഫയറൊക്കെ അണഞ്ഞിരിക്കുന്നു. എൻ്റെ തലയിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. 2 വിരലുകൾ വീർത്ത് കറുത്ത നിറമായി മാറിയിരിക്കുന്നു. അശ്വതിയുടെ കൈ പൊട്ടിയിരിക്കുന്നു. റോഷിനിയുടെ നെറ്റിയും കീറിയിരിക്കുന്നു. അനഘയുടെ തോളിലും കാലിലും ഗുരുതര പരുക്കുകൾ. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ അറിയായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണം, ഉടൻ തന്നെ. രാത്രിയായിരുന്നു. പക്ഷേ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ സാധനങ്ങൾ ഉപേക്ഷിച്ച് നടന്നു തുടങ്ങി. കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്കെത്താൻ ഏകദേശം 3 കിലോമീറ്റർ നടക്കണം. ഓരോ ചുവടും വേദന. എൻ്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു. കാഴ്ച മങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മരങ്ങൾ 2ആയി കാണാൻ പോലും തുടങ്ങി. അനഘയും അശ്വതിയും ശരിയായി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എന്നിട്ടും ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒടുവിൽ പുലർച്ചെ 3 മണിയോടെ കാറിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ എനിക്ക് ചെറിയ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു. 2 വിരലുകൾക്കും പൊട്ടൽ. അശ്വതിയുടെ കയ്യിലെ അസ്ഥി പൊട്ടിയിരുന്നു. റോഷിനിക്ക് തുന്നലിടേണ്ടി വന്നു. അനഘയ്ക്കും 1ലധികം പരുക്കുകളുണ്ട്. അന്ന് ഞങ്ങൾ ശരിക്കും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം പിന്നീട് വാർത്തകളിൽ കണ്ടത് ആ പ്രദേശത്തുണ്ടായ ആലിപ്പഴ മഴ അസാധാരണമായിരുന്നുവെന്ന്. ചില സ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ ചില്ലുകൾ വരെ തകർന്നിരുന്നു. ഇന്ന് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ആ സംഭവം ഓർത്ത് ചിരിക്കാറുണ്ട്. പക്ഷേ അന്ന് ആ മലമുകളിൽ നിന്നപ്പോൾ ഞങ്ങൾ ചിരിച്ചിരുന്നില്ല. ജീവനോടെ വീട്ടിലെത്തുമോ എന്ന് തന്നെ പേടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഞങ്ങളിൽ ആരും ക്യാമ്പിങ്ങിന് പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മഴയുള്ള രാത്രികളിൽ പോലും എനിക്ക് ആ ശബ്ദം ഓർമ്മ വരും. ആകാശത്തു നിന്ന് വീഴുന്ന ആ വലിയ ഐസ് കല്ലുകളുടെ ശബ്ദം. കാരണം അന്ന് പ്രകൃതി ഞങ്ങളെ ഒരു കാര്യം പഠിപ്പിച്ചു. കാട്ടിൽ ഭയപ്പെടേണ്ടത് എല്ലായ്പ്പോഴും മനുഷ്യരെയോ മൃഗങ്ങളെയോ അല്ല. ചിലപ്പോൾ പ്രകൃതി തന്നെ ഏറ്റവും ഭയാനകമായ ശത്രുവാകാം. ഈ സംഭവം നടന്നത് ഞങ്ങൾ കോളേജ് കഴിഞ്ഞ ഉടനെയായിരുന്നു. ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും ചേർന്ന് ഒരു ക്യാമ്പിംഗ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ, നേഹ, അനു, ദീപ്തി. 4 പേരും ട്രെക്കിങ്ങും കാടുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പരീക്ഷകളും പ്രോജക്റ്റുകളുമൊക്കെ കഴിഞ്ഞതിൻ്റെ ആഘോഷമായി എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം റിലാക്സ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെ ഒരു ഉൾപ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. ഒരു ചെറിയ കാടും അതിനോട് ചേർന്നൊഴുകുന്ന ഒരു തോടുമുള്ള മനോഹരമായ സ്ഥലം. വൈകുന്നേരത്തോടെ ഞങ്ങൾ അവിടെ എത്തി. ചെറിയ ഒരു ടെൻ്റ് അടിച്ചു. ഭക്ഷണമുണ്ടാക്കി. പാട്ടും തമാശയുമൊക്കെ പറഞ്ഞ് സമയം ചെലവഴിച്ചു. സ്ഥലം ശരിക്കും സ്വർഗം പോലെയായിരുന്നു. അരികിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ വെള്ളമുള്ള തോട്. ചുറ്റും കാട്, തണുത്ത കാറ്റ്. ജീവിതത്തിലെ എല്ലാ ടെൻഷനും മറക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം. അന്ന് ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. മുഴുവൻ ആഴ്ചയും ജോലി ചെയ്ത് നേരെ ട്രിപ്പിന് വന്നതുകൊണ്ട് ശരീരം തളർന്നിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോൾ നേഹയും അനുവും ദീപ്തിയും പറഞ്ഞു, ഞങ്ങളൊന്ന് തോട്ടിൽ പോയി മുഖം കഴുകി ഫ്രഷായി വരാം. പക്ഷേ എനിക്ക് മടിയായിരുന്നു. ഞാൻ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അവർ 3 പേരും ടോർച്ചുമായി തോട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ചിരിച്ചും കളിച്ചും തിരികെ വന്നു. വെള്ളത്തിൽ കുറച്ചു സമയം കളിച്ചു എന്നും നല്ല തണുപ്പായിരുന്നു എന്നും പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്ന് പിന്നീട് എല്ലാവരും ഉറങ്ങാൻ പോയി. രാത്രിയിൽ ഒന്നും സംഭവിച്ചില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ പുലർച്ചെ പെട്ടെന്ന് ഛർദിയുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. നേഹ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് തുടർച്ചയായി ഛർദ്ദിക്കുകയായിരുന്നു.
അനുവിൻ്റെ കൈകളിലും കഴുത്തിലും ചുവന്ന പാടുകൾ നിറഞ്ഞിരിക്കുന്നു. ദീപ്തിയുടെ മുഖം മുഴുവൻ വീർത്ത കണ്ണുകൾ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർ 3 പേരും ഒരേ സമയം അസുഖപ്പെട്ടതുപോലെ. നേഹയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അനു ശരീരം മുഴുവൻ കത്തുന്നതായി പറയുകയായിരുന്നു. ദീപ്തിക്ക് ശ്വാസമെടുക്കാനും ബുദ്ധിമുട്ട് തുടങ്ങി. ആ നിമിഷം ഞാൻ ശരിക്കും പേടിച്ചു. കാരണം ഞങ്ങൾ കാടിനുള്ളിലായിരുന്നു. ഫോൺ റേഞ്ച് ഇല്ല, സഹായിക്കാൻ ആരുമില്ല. ആദ്യം ഞാൻ വെള്ളം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് മതിയാകില്ലെന്ന് ഉടനെ മനസ്സിലായി. അവരെ ആശുപത്രിയിൽ എത്തിക്കണം, ഉടൻ തന്നെ. ഞാൻ അവരുടെ ബാഗുകൾ പരിശോധിച്ചു, മാപ്പ് എടുത്തു. അടുത്തുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയായിരുന്നു. വേറെ വഴിയില്ല. ഞാൻ അവരോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ ഓടാൻ തുടങ്ങി. ജീവിതത്തിൽ ഇത്രയും വേഗതയിൽ ഞാൻ ഒരിക്കലും ഓടിയിട്ടില്ല. കാട്ടിലൂടെ കയറ്റവും ഇറക്കവും കിടന്ന് വീണും എഴുന്നേറ്റും ഒരേ സമയത്ത് ഞാൻ ശ്വാസം പോലും കിട്ടാതെയായി. പക്ഷേ ഞാൻ നിർത്തിയില്ല. എൻ്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു: ഞാൻ വൈകിയാൽ അവർ മരിച്ചേക്കാം. ഒടുവിൽ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥരോട് ഞാൻ കാര്യമെല്ലാം പറഞ്ഞു. അവർ ഉടൻ തന്നെ മെഡിക്കൽ ടീമിനെയും വനപാലകരെയും വിവരമറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ സഹായ സംഘം എത്തി. ഞങ്ങളെല്ലാവരും ചേർന്ന് ക്യാമ്പ് ചെയ്ത സ്ഥലത്തേക്ക് തിരികെ പോയി. അപ്പോഴേക്കും അവരുടെ അവസ്ഥ കൂടുതൽ മോശമായിരുന്നു. മെഡിക്കൽ ടീം ഉടൻ ചികിത്സ തുടങ്ങി. പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ മണിക്കൂറുകളോളം ഞാൻ പുറത്തിരുന്നു. അവസാനം ഡോക്ടർ പുറത്തു വന്ന് കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പ്രശ്നം തോട്ടിലെ വെള്ളമായിരുന്നു. മുകളിലുള്ള പ്രദേശത്ത് നിന്ന് എന്തോ രാസമാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് കലർന്നിരുന്നു. വെള്ളം പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വൃത്തിയായി തോന്നും. പക്ഷേ അതിൽ അപകടകാരിയായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ അതിൽ മുഖം കഴുകുകയും കൈയും കാലുകൾ കഴുകുകയും ചെയ്തിരുന്നു. കുറച്ച് വെള്ളം അബദ്ധത്തിൽ വായിലേക്കും പോയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഭാഗ്യത്തിന് അവർ 3 പേരും രക്ഷപ്പെട്ടു. പക്ഷേ അതിനുശേഷം പല മാസങ്ങളിൽ ചികിത്സ വേണ്ടി വന്നു. ദീപ്തിക്ക് ഇന്നും കണ്ണുകൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. നേഹയ്ക്ക് ഇടയ്ക്കിടെ വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അനുവിന് ചില രാസവസ്തുക്കളുടെ മണം പോലും സഹിക്കാൻ പറ്റില്ല. പിന്നീട് അന്വേഷണം നടന്നപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ വർഷങ്ങളായുള്ള മാലിന്യങ്ങൾ അനധികൃതമായി ആ ഭാഗത്ത് തള്ളിയിരുന്നു എന്ന് കണ്ടെത്തി. അവർക്ക് ശിക്ഷ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് സംഭവിച്ചത് മാറ്റാൻ അതൊന്നും മതിയായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരിക്കലും ക്യാമ്പിങ്ങിന് പോയിട്ടില്ല. ഇന്നും ഒരു കാട്ടുതോടോ അരുവിയോ കാണുമ്പോൾ ആ ദിവസം ഓർമ്മ വരും. പുറത്തുനിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമായാലും അതിൻ്റെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്കറിയില്ല.